ഹായ് ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു താറാവ് കറിയാണ്. അത് കുറച്ച് പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വയ്ക്കുന്ന ഒരു നാടൻ കറിയാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിലേക്കായിട്ട് നമുക്കൊരു 4 മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പില. വെളിച്ചെണ്ണയിലാണ് ഇത് പാകം ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ആ സവോള അങ്ങോട്ട് ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് ഗരം മസാല എന്ന് പറയുമ്പോഴത്തേക്ക് പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്. ഇതിന് കുരുമുളക് നല്ല പോലെ വേണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി കുറച്ച് മതി, പക്ഷെ കൂടുതലായിട്ട് നിൽക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് നമ്മുടെ താറാവ് കറിക്ക് നല്ലതായിട്ട് വേണം. എന്നാലേ ആ കറിക്കൊരു നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഈ പൊടി നല്ലതായിട്ട് ഒന്ന് പൊടിച്ച് സബോളയും പച്ചമുളകും ഇതെല്ലാം കൂടെ വഴറ്റിയതിനകത്തോട്ട് നമ്മൾ അത് ആ മസാല നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് താറാവിൻ്റെ പീസ് വെള്ളമയമില്ലാതെ ഒന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് അടച്ച് വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരുമ്പം നമ്മൾ തേങ്ങയുടെ 3-ാം പാല്, പിന്നെ 3-ാം പാലെന്നില്ല 2-ാം പാല് എടുത്ത് നല്ല ഇതാക്കിയിട്ട് അതിലൊഴിച്ചിട്ട് കുറച്ച് പൊട്ടറ്റോ പീസാക്കി ഇടണം. അതിടുന്ന നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു താറാവ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പൊട്ടറ്റോ പീസാക്കി ഇടുമ്പോൾ. നമ്മൾ 2-ാം പാലും കൂടെ ഒഴിച്ച് കുറച്ച് സമയം, ഏകദേശം ഒരു 45 മിനിറ്റ് വേണം ഈ താറാവിൻ്റെ ഒരു വേവ്. നമ്മൾ കുക്കറിലൊന്നും വേവിക്കേണ്ട, ഇങ്ങനെ തന്നെ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം വേവിക്കാനായിട്ട്. അതിന് ശേഷം 1-ാം പാലും കൂടെ എടുത്ത് നമുക്ക് ഒഴിച്ച് അധികം തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ താറാവ് കറിയാണിത്.